പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം. ആം ആദ്മി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. സർ നമസ്കാരം. നമസ്കാരം. സർ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആം ആദ്മിയെ കുറിച്ചും ആം ആദ്മിയുടെ നിലപാടുകളെ കുറിച്ചും പി അൻവറിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഉൾപ്പെടെ സംസാരിക്കേണ്ടതുണ്ട്. എന്റെ ആദ്യത്തെ ചോദ്യം, ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന് പറഞ്ഞ കേരളത്തിൽ അൻവറിന്റെ അടുത്ത പൊറാട്ട് നാടകം ഞങ്ങൾ മാധ്യമപ്രവർത്തകരൊക്കെ നോക്കിക്കണ്ടപ്പോ ഇയാൾ എവിടെയെങ്കിലും സെറ്റിൽ ആയല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ അദ്ദേഹം അവിടെ നിന്നില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ 2 നാമനിർദ്ദേശ പത്രികയാണ് സമർപ്പിച്ചത്. ഒന്ന് തൃണമൂലിന്റെ നാമനിർദ്ദേശ പത്രിക, മറ്റൊന്ന് സ്വതന്ത്രനായി. പക്ഷേ കഴിഞ്ഞ കുറെ വർഷങ്ങളായി രാഷ്ട്രീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന, ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ചിലതിലൊക്കെ ജയിക്കുകയും MLA ആയി കഴിഞ്ഞ 9 വർഷമായി തുടരുന്ന അൻവറിന് പക്ഷേ ഇതിന്റെ സാങ്കേതിക വശങ്ങൾ മൂലം തൃണമൂലിന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചില്ല എന്നൊരു കാരണം പറഞ്ഞുകൊണ്ട് സ്വതന്ത്രനായി മത്സരിക്കുന്നു നിലമ്പൂരിൽ എന്നാണ് മനസ്സിലാവുന്നത്. തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ബംഗാളിലെ ഒരു സംസ്ഥാന പാർട്ടിയാണെന്നും കേരളത്തിൽ അതിന് അങ്ങനെ ഔദ്യോഗികമായി മത്സരിക്കാനുള്ള സാധ്യതകൾ, ടെക്നിക്കൽ എറേഴ്സ് വരുമെന്നും 10 പേരെങ്കിലും നോമിനേഷനിൽ ഒപ്പിടണമെന്നും എന്നാൽ 6 പേരെ മാത്രം കൊണ്ടുപോയി ഒപ്പിടിപ്പിച്ച അൻവർ ശരിക്കും ഒരു നാടകം കളിച്ചു എന്നാണ് വ്യക്തിപരമായ എന്റെ വിശ്വാസം. എന്റെ ചോദ്യം ഇതാണ്, സത്യത്തിൽ അൻവറിന് ആദ്യം കേരളത്തില് ഒരു മുന്നണിയും അൻവറിനെ അടുപ്പിക്കാത്തപ്പോൾ ആദ്യം ആം ആദ്മി പാർട്ടിയാണ് അൻവറിന് കൈ കൊടുക്കുന്നത്. സത്യത്തിൽ അൻവർ ആം ആദ്മി പാർട്ടിയെ തേച്ചോ? അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ. ഞാൻ നിരീക്ഷണം മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ സ്വാതന്ത്ര്യമുണ്ട് അത്തരം നിരീക്ഷണത്തിന്. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കേരളത്തിൽ ഞാൻ വ്യക്തിപരമായും ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലും ആഗ്രഹിക്കുന്നത് നിലവിലുള്ള മുന്നണികൾക്കൊപ്പം സഞ്ചരിക്കാനല്ല, മറിച്ചൊരു മുന്നണി സംവിധാനം കേരളത്തിൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിൽ ഒരു പാർട്ടിയും ഒരുമിച്ച് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ ഭരിച്ചിട്ടില്ല. അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രമാണ്. അങ്ങനെ കേരള കോൺഗ്രസിന്റെ പിന്തുണ ഒരു കാലത്ത് വളരെ വലുതായിരുന്നു. ലീഗിന്റെ പിന്തുണ വരുന്നു. കൊച്ചു കൊച്ചു പാർട്ടികൾ കേരളത്തിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മുന്നണി സംവിധാനത്തിന് സ്പേസ് ഉണ്ടോ എന്ന ഒരു അന്വേഷണത്തിൽ തന്നെയാണ് ആം ആദ്മി മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പൊ തൃണമൂൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, തൃണമൂൽ കോൺഗ്രസ് എങ്ങനെയാണ് ഉണ്ടായത്. കോൺഗ്രസ് ഉമ്മനെ വെല്ലുവിളിച്ചുകൊണ്ടൊക്കെയാണ് തൃണമൂൽ ഉണ്ടായത്. മാത്രമല്ല കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ ഞങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയ സാഹചര്യത്തിൽ, എന്തിനേറെ അവിടെ ഞങ്ങൾക്കെതിരെ കാൻഡിഡേറ്റിനെ CPM മത്സരിപ്പിക്കുന്ന സാഹചര്യത്തിൽ അവിടെ വന്ന് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയ പാർട്ടി തൃണമൂലാണ്. ബഹുവ മൊയ്ത്രയുടെ പ്രചരണം നടത്തി. മാത്രമല്ല അദ്ദേഹത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നിർണായകമായ വളരെ ശക്തമായ നിലപാടെടുക്കാൻ തൃണമൂൽ പാർട്ടി കഴിഞ്ഞിട്ടുണ്ട്. കാരണം മമത എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ഫിഗറാണ്, നാഷണൽ ഫിഗറാണ്. അപ്പൊ അതേപോലെ തന്നെ ഒരു ഫിഗറായി ഇന്ത്യ സഖ്യത്തിന്റെ മുന്നിൽ നിൽക്കാനായിട്ട് അരവിന്ദ് കെജ്രിവാൾ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു നിലപാട് തൃണമൂൽ എടുത്തത്. അപ്പൊ നമുക്കറിയാലോ, അൻവറിന്റെ ഒരു വ്യക്തിപരമായ പിന്തുണ പാർട്ടി എങ്ങും പറഞ്ഞിട്ടില്ല. അത് ആ നിമിഷവും നമ്മൾ എങ്ങും പറഞ്ഞിട്ടില്ല. അൻവറിന് പിന്തുണ എന്ന് പറഞ്ഞിട്ടില്ല. തൃണമൂൽ കോൺഗ്രസിന്റെ ബേസിൽ ആര് മത്സരിച്ചാലും പിന്തുണയായിരുന്നു. ഞങ്ങൾ അൻവറിനല്ല പിന്തുണ കൊടുത്തത്. ആദ്യമേ വ്യക്തമാകാൻ പലതവണ ഞാൻ വാർത്താ മാധ്യമങ്ങളിൽ പറഞ്ഞതാണ്. അൻവറിന്റെ ഭൂതകാലമോ അല്ലെ അൻവറിന്റെ വ്യക്തിപരമായ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഞങ്ങൾ സംസാരിച്ച് അതിനെയല്ല ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം. അതൊന്നും പേറേണ്ട കാര്യം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചില്ല എന്ന നിലപാട് തന്നെയാണ്. മാത്രമല്ല ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് എതിർപ്പുകളുണ്ട്. അൻവറുമായി യോജിക്കുന്നതിന് എതിർപ്പുകളുള്ള ഒരുപാട് പേര് ഞങ്ങളുടെ പാർട്ടിയിലുണ്ട്, പാർട്ടിക്കകത്തുണ്ട്. അപ്പൊ അവിടെ എടുത്ത നിലപാടും സ്റ്റേറ്റ് കമ്മിറ്റി നിലപാട് എന്താണ്? ഇത് അൻവറിനല്ല, തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കാണ്. കേരളത്തിൽ അത്തരം ഒരു സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ പൊളിറ്റിക്സ് പോസിബിലിറ്റീസിന്റേതാണ്, അതിനെപ്പറ്റിയാണ് അന്വേഷിച്ചത്. അപ്പോഴാണ് ഓൾറെഡി അദ്ദേഹം തൃണമൂലുമായി സംസാരിക്കുകയും ഒക്കെ അതിനുവേണ്ടി ക്യാമ്പയിൻ നടത്തുകയും തൃണമൂലിന്റെ MPമാർ കേരളത്തിൽ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആ നോമിനേഷൻ അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ചതും നാഷണൽ കമ്മിറ്റിക്ക് വിട്ടതും. പിന്നെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ നോമിനേഷൻ പിൻവലിച്ചതിനെ പറ്റിയൊക്കെ അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതാണൊക്കെ ചർച്ചകളുണ്ട്. ഞാൻ അത്തരം ഒരു കമന്റ് ഈ ഒരു സാഹചര്യത്തിൽ, അദ്ദേഹം ഒരു കാൻഡിഡേറ്റ് ആണല്ലോ, ഞാനും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് നിലയിൽ അത്തരത്തിലൊരു കമന്റ് ചെയ്ത് അതിനെ വൾഗറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ഞങ്ങളെ തേച്ചിട്ടില്ല, ഞങ്ങളെ ചതിച്ചിട്ടില്ല. ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസിനാണ് പിന്തുണ കൊടുക്കാൻ ആഗ്രഹിച്ചത്. തൃണമൂലിന് ഇപ്പോൾ പിന്തുണ. ഈ ഒരു കാര്യം ഞാൻ പറയാം, ഇലക്ഷന് ശേഷവും ഇത്തരം ഒരു മുന്നണി സംവിധാനത്തിൽ അവിടെയാണ് ശ്രീ അൻവറിനോട് എനിക്ക് പറയാനുള്ളത്. ഞാൻ അൻവറിനോട് സംസാരിച്ചു. അൻവറിന്റെ നിലപാടുകൾ ഇങ്ങനെ മാറി മാറി പോകുമ്പോഴാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വിശ്വാസം പലപ്പോഴും കേരള പൊളിറ്റിക്സിൽ നഷ്ടപ്പെട്ടു പോയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് അൻവറിനോടും അൻവറിനെ സ്നേഹിക്കുന്നവരോടും പറയാനുള്ളത്, ഈ ഇലക്ഷന്റെ റിസൾട്ട് എന്തായാലും
അത് ഒരു ഏതെങ്കിലും കൂടാരത്തിൽ കയറാൻ വേണ്ടിയുള്ളതല്ലാന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത അദ്ദേഹത്തിൻ്റെതാണ്. അപ്പൊ ഇലക്ഷൻ റിസൾട്ട് എന്തായാലും അതിനുശേഷം അദ്ദേഹം ഈ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുകയാണെങ്കിൽ, തൃണമൂൽ എന്ന് പറയുന്ന ഒരു മുന്നണി സംവിധാനത്തിന്റെ, അത് എന്ത് റിസൾട്ട് തോറ്റാലും ജയിച്ചാലും അദ്ദേഹത്തിന്റെ കോസ് സത്യസന്ധതയുള്ളതാണെന്ന് അദ്ദേഹം പറയുന്നത് സത്യസന്ധമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്താൻ ഒരു അവസരമുണ്ട്. ആ അവസരം ഇതിന്റെ പുറകിൽ പോകുക എന്നുള്ളതാണ്. തോറ്റു കഴിയുമ്പോൾ മറ്റേതെങ്കിലും കൂടാരത്തിലേക്ക് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും അപഹാസ്യനാകും എന്നൊരു നിലപാട് എനിക്കുണ്ട്. അതുകൊണ്ട് മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി അദ്ദേഹം നിൽക്കാൻ ശ്രമിച്ചാൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനവുമായി സഹകരിക്കാൻ ഇലക്ഷൻ ശേഷവും ആം ആദ്മി പാർട്ടി ഉണ്ടാവും. അത്തരം ചർച്ചകൾ, നിർണായകമായ ചർച്ചകൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഇലക്ഷൻ സാങ്കേതികത്വം മാത്രമാണ്. തള്ളിയത് കൊണ്ട് ഞങ്ങൾക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ അൻവറിനെ പിന്തുണയ്ക്കാൻ, ഔദ്യോഗിക പിന്തുണയ്ക്കാൻ കഴിയില്ല എന്ന് നാഷണൽ കമ്മിറ്റി ഇന്നലെ അറിയിച്ചു. അത് ഞങ്ങൾ അൻവറിനെയും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അൻവറിന് പിന്തുണ കൊടുക്കാൻ നാഷണൽ കമ്മിറ്റി മുമ്പോട്ട് വരാതിരുന്നത്. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. പക്ഷെ താങ്കൾ പറഞ്ഞ ഒരു വാചകത്തിലെ ഒരു കാര്യമുണ്ട്. PV അൻവറിന്റെ മുൻപുള്ള നിലപാടുകളും കാര്യങ്ങളും ഒന്നും പേരേണ്ട ബാധ്യത ഞങ്ങൾക്കില്ലെന്ന്. പക്ഷെ അങ്ങനെയല്ലല്ലോ വിനോദ് മാത്യു വിൽസൺ. ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾ പിന്തുണയ്ക്കുമ്പോൾ അയാളുടെ രാഷ്ട്രീയ നിലപാടുകൾ കൂടി നിങ്ങൾക്ക് പിന്തുണയ്ക്കേണ്ടതായി വരും. അയാളെ സംരക്ഷിക്കേണ്ടി വരും. നിങ്ങൾക്കൊരു മുന്നണിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ മുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷിക്കെതിരെ സംസാരിക്കാനോ വ്യക്തിപരമായി അയാളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അയാൾ മുന്നോട്ട് വരുന്ന രാഷ്ട്രീയം ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞ് കൈ ഒഴിയാനോ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ അൻവറിനെ പോലെ എനിക്കറിയാവുന്ന PV അൻവറിനെ ഞാൻ ഒബ്സർവ് ചെയ്തത്, ഇതൊക്കെ എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഭീഷണി രാഷ്ട്രീയവും, ആളുകളെ, ഇഷ്ടമില്ലാത്ത ആളുകളെ കടന്നാക്രമിക്കുക, അല്ലെങ്കിൽ അവരെ കേസിൽ കൊടുക്കുക, അവരെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു കടന്നൽ കൂട്ടം, കടന്നൽ രാജ എന്നാണ് PV അൻവറിനെ വിളിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരാൾക്ക് ഒരു പിന്തുണ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നണിയുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ നിലപാടുകളൊക്കെ ആയിരിക്കും. പക്ഷെ അൻവർ എന്ന് പറയുന്ന വ്യക്തി അത് നിർണായകമല്ലേ വിനോദ് മാത്യു വിൽസൺ? അല്ലാതെ PV അൻവറിനല്ല, തൃണമൂലിനല്ല എന്ന് പറഞ്ഞ് നമുക്ക് കൈകഴുകാൻ സാധിക്കും? ഒരിക്കലും. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ അതിൽ കാണുന്നത്, അൻവർ എവിടെ, ഏത് കൂടാരത്തിലായിരുന്നു നിന്നത്? അൻവർ നിന്ന കൂടാരം, കടന്നലുകൾ ഏറ്റവും കൂടുതൽ കൂടാരം എവിടെയാണ്? അൻവറിനെ ഇങ്ങനെ കടന്നൽ രാജ എന്നുള്ള അൻവറിനെ പൊതിക്കൊണ്ട് വന്നതാരാണ്? ആ അൻവറിന് അത്തരം ഒരു ധൈര്യം കിട്ടിയത് എവിടുന്നാണ്? ആരെയും ഭീഷണിപ്പെടുത്താനും ഒക്കെ ധൈര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ധൈര്യം എവിടുന്നാണ്? മുൻ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്, അല്ലെ? അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലാണ്. ഇവിടെ മറ്റൊരു പാർട്ടിക്ക് ഇല്ലാത്ത തരത്തിലുള്ള പ്രിവിലേജ് ഒരു പക്ഷെ അവിടെ നിൽക്കുമ്പോൾ കിട്ടും. കാരണം അവരുടെ ഒരു ശൈലിയും രീതിയും അതാണ്. ആ ശൈലിയും രീതിയും ആ അണികളെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹം എടുത്തിട്ടുണ്ടായിരിക്കും. അവിടെ നിന്ന് അദ്ദേഹം നിഷ്കാസിതനായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ ഇറങ്ങിയ സാഹചര്യത്തിൽ അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന നല്ല രാഷ്ട്രീയമുണ്ട്. ഇനി ഒരു കാര്യമാണ് ഞാൻ പറയാം. എന്ത് തന്നെ ആയാലും ജനാധിപത്യത്തെ പറ്റി വളരെ മനോഹരമായി ഗാന്ധി പറഞ്ഞ ഒരു ഉത്തരവുണ്ട്. കുട്ടി ചോദിച്ചപ്പോൾ, അത് സുനിൽ പി ഇളയിടം സാറൊക്കെ മനോഹരം അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാനതൊന്ന് അവതരിപ്പിച്ചു നോക്കാം. ഒരു കുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് ഡെമോക്രസി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഒരു ഓട്ട മത്സരത്തിൽ നമ്മൾ ഓടുകയാണ്. ഈ ഓടുന്ന സാഹചര്യത്തിൽ ഒരാൾ ജയിക്കുന്നു. അപ്പൊ ഈ ജയിക്കുന്ന ആൾ എപ്പോഴും കരുതണം, ഞാൻ ഒറ്റയ്ക്ക് ഓടിയല്ല ജയിച്ചത്, എനിക്കൊപ്പം ഓടാൻ കുറെ പേരുണ്ടായതുകൊണ്ടും കുറെ പേര് തോറ്റത് കൊണ്ടും കുറെ പേര് വിമർശിച്ചത് കൊണ്ടും കുറെ പേർ ബുദ്ധിമുട്ടിലായതുകൊണ്ടും ഒക്കെയാണ് ഞാൻ ജയിച്ചതെന്നും അങ്ങനെ ജയിച്ചത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്നാമനായി നിൽക്കുന്നതെന്നും തോന്നുന്നതാണ് ജനാധിപത്യത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത്? അൻവർ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് പേരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരെ സംസാരിച്ചിട്ടുണ്ട്, പേഴ്സണൽ അറ്റാക്കുകൾ നടത്തിയിട്ടുണ്ടെന്നും ഞാൻ വിസ്മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അൻവർ ഇപ്പോൾ എടുക്കുന്ന ഒരു ജനാധിപത്യത്തിന്റെ ഭംഗി എന്ന് പറയുന്നത്, ആ ഒരു പോയിന്റ് വളരെ പ്രസക്തമുള്ളതാണ്. അതായത് നിന്ന കൂടാരത്തിൽ നമുക്കറിയാമല്ലോ, കേരളത്തിൽ എത്രയോ ആൾക്കാർ ന്യായാധിപന്മാരൊക്കെ ആയിരുന്നതിന് ശേഷം പുറത്തിറങ്ങി വന്ന് അവരുടെ സർവീസ് ജോലി അവസാനിപ്പിച്ച ശേഷം പിന്നെ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടതുണ്ട്. പക്ഷെ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് അതിനെ ഫൈറ്റ് ചെയ്ത ഒരാളാണ്. അതിൽ കൃത്യമായിട്ട് അൻവറിനോട് ഞാൻ ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ്. ആ കൂടാരത്തിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഫൈറ്റ് ചെയ്തു, പുറത്തിറങ്ങിയിട്ടല്ല ഫൈറ്റ് ചെയ്തത്, ഭയപ്പെടാതെ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്തു. പിണറായി വിജയന്റെ അഴിമതിയും ധാർഷ്ട്യവും അദ്ദേഹം തുറന്ന് സംസാരിക്കാൻ തയ്യാറായി എന്നുള്ളത് വിസ്മരിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ആം ആദ്മി അതിനോട് ഐക്യപ്പെടാൻ ആഗ്രഹിച്ചതും ആ ഒരു നിലപാടിലാണ്. ഒരു വിസിൽ ബ്ലോഗർ എന്ന് പറയുന്നത്, അതായത് അദ്ദേഹം നിങ്ങൾ മാധ്യമങ്ങൾ പറയുമ്പോൾ അദ്ദേഹം അതിൽ നിന്ന് അഴിമതി കാണിച്ച ആളാണ്, ഇവരുടെയൊക്കെ പങ്കുവെച്ചവടക്കാരനാണ്, ഇതൊക്കെ പറയുന്നുണ്ടാവും. അതിനെ ഞാൻ വിസ്മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു സമയത്ത് അത് എന്തിന്റെ പേരിലാണെങ്കിലും പുറത്തിറങ്ങി വന്ന് ഇത് ഇങ്ങനെയാണ്, ഇത് കള്ളന്മാരാണ്, കൊള്ളസങ്കേതമാണെന്ന് പറയുമ്പോൾ, അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ, ആ സത്യങ്ങൾ മറ്റാരും പറയാൻ ധൈര്യപ്പെടാത്ത സാഹചര്യത്തിൽ നേർക്ക് നേർ നിന്ന് അദ്ദേഹത്തെ, ഈ പിണറായി വിജയനെ വെല്ലുവിളിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോലും താല്പര്യപ്പെടാത്ത സാഹചര്യത്തിൽ അൻവർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിസിൽ ബ്ലോഗർ പരിവേഷം അദ്ദേഹം ജനാധിപത്യത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അദ്ദേഹത്തെ പ്രതിപക്ഷം സംരക്ഷിക്കണമായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിന് ആ ബാധ്യത ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയാണ് മനുജ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയത്? മുസ്ലിം ലീഗിന് ഉറപ്പോടുകൂടി ഇറങ്ങി, ലീഗിന്റെ എല്ലാ കൺവെൻഷനും അദ്ദേഹം പോയി പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ലീഗ് ഉറപ്പ് കൊടുത്തു, ഞങ്ങൾ എങ്ങനെയെങ്കിലും UDF തിരികെ കയറ്റാമെന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുത്തിട്ടാണ് അൻവർ പുറത്തേക്ക് വരുന്നത്. അപ്പൊ രാഷ്ട്രീയമായി ഒരാളെ അനാഥമാക്കി. ഒരു കാര്യം കൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, പിണറായി വിജയനും VD സതീശനും തമ്മിലുള്ള സെറ്റിൽമെന്റ് ആണ് അൻവറിനെ ഒതുക്കുക എന്നുള്ളത്. രണ്ടുപേർക്കും അതോടുകൂടി ഒരു കോമൺ ശത്രു ഇല്ലാണ്ടായി തീരും.
അത് അത്ര ഭംഗിയുള്ള കാര്യമല്ല. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, പിണറായി വിജയനെ എത്രയോ ആക്ഷേപിച്ച ആളാണ് ഗണേഷ് കുമാർ. ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? ഗണേഷ് കുമാർ എത്രയോ തവണ ഉമ്മൻചാണ്ടി ആക്രമിച്ചു, പിന്നീട് എവിടെ നിന്നത്? അപ്പൊ രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന ഈ താളവും മേളവും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഒരു ചെറുപ്പക്കാരൻ നിലയിൽ ഞാൻ അത്തരം രാഷ്ട്രീയത്തെ ആഗ്രഹിക്കുന്ന ഒരാളല്ല, അതിനെ ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. പക്ഷെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം മാറേണ്ടതായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വിസിൽ ബ്ലോഗർ പരിവേഷം എന്നുള്ള അതാണ് ആം ആദ്മി ആ വിഷയത്തിൽ ഓൺ ചെയ്തത്. നമ്മൾ എല്ലാം തികഞ്ഞ ഒരാളെ ഭൂതകാലം ഒക്കെ ഭംഗിയായ ഒരാളെ നമുക്ക് കിട്ടാൻ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന പൊളിറ്റിക്സ് കിട്ടണം എന്നില്ല. പക്ഷെ അവിടെ അദ്ദേഹം മുമ്പോട്ട് വെച്ച ഒരു കാര്യം, ഒരു വിസിൽ ബ്ലോഗർ പരിവേഷം, അഴിമതിക്കെതിരെ സന്ധിയില്ലാതെ സമരം ചെയ്യാനും പറയാനും കാണിച്ച ധൈര്യം. അത് അദ്ദേഹം അഴിമതി ചെയ്തിട്ടുണ്ടോ? ഞാൻ അഴിമതി ചെയ്തിട്ടുണ്ട്, അഴിമതിക്കാരനാണ്, പ്രശ്നക്കാരനാണ്, പക്ഷെ ഇനി ഞാൻ ചെയ്യില്ല, ഇങ്ങനെയാണെന്ന് പറയാൻ ഒരു മനുഷ്യൻ തയ്യാറായാൽ അതിനെ അംഗീകരിക്കണ്ടേ? ബാക്കിയുള്ള എല്ലാ ആക്ഷേപങ്ങളും അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് ഞാൻ അംഗീകരിക്കുകയും ചെയ്യും. ഈ ഒരു ധാരണയിലാണ് അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നതിന് ആം ആദ്മി തയ്യാറായത്. ഓക്കെ, അതിനെ ഞാൻ ഓൺ ചെയ്യുന്നു. താങ്കൾ പറയുന്നതിനെ ഞാൻ മാനിക്കുന്നു. എന്റെ അടുത്ത ചോദ്യം, എന്തുകൊണ്ട് പിന്തുണ പിൻവലിച്ചു എന്നതിന് നിങ്ങൾക്ക് ഘടകകക്ഷി എന്ന നിലയിൽ നിങ്ങൾ പാർട്ടിയുടെ സാങ്കേതികത്വമാണ് പറയുന്നത്. പി വി അൻവർ ഇപ്പോഴും തുടർന്നു. അപ്പോൾ വ്യക്തി എന്ന നിലയില്ല, പി വി അൻവർ തൃണമൂൽ ഘടകം അല്ലെങ്കിൽ നിങ്ങൾ ദേശീയ തലത്തിൽ നിങ്ങളൊരു ഘടക മുന്നണി എന്ന രീതിയിൽ കാണുന്നതുകൊണ്ടാണ് എന്ന് പറയുന്നു. പി വി അൻവർ ഇനി സ്വതന്ത്രനായാണ് മത്സരിക്കുന്നത്, അല്ലെങ്കിൽ അയാൾ ഇനി രാഷ്ട്രീയ കേരളത്തിൽ അപ്രസക്തനായാൽ പി വി അൻവറിനോടുള്ള ആം ആദ്മിയുടെ നിലപാട് എന്തായിരിക്കും? വ്യക്തിപരമായി ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായി അൻവറിനൊപ്പം, വ്യക്തി എന്ന നിലയിൽ അൻവറിനൊപ്പം നിൽക്കാൻ ആം ആദ്മിക്ക് കഴിയില്ല. ആം ആദ്മിയുടെ രാഷ്ട്രീയം അതല്ല. ആം ആദ്മിക്ക് അങ്ങനെ വ്യക്തികളെ ആരാധിച്ചോ വ്യക്തികളെ സ്നേഹിച്ചോ പോകുന്നൊരു പ്രസ്ഥാനമല്ല. ഇതൊരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്തപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് നിങ്ങൾ എല്ലാം ആം ആദ്മി അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത്. നാളെ അരവിന്ദ് കെജ്രിവാൾ ഇല്ലെങ്കിൽ ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പൊ വ്യക്തിക്കൊപ്പം പോകുന്ന ഒരു കേരള കോൺഗ്രസ് രാഷ്ട്രീയമല്ല ആം ആദ്മിയുടെ, അല്ലെങ്കിൽ വ്യക്തിക്കൊപ്പം പോകുന്ന കോക്കസ് രാഷ്ട്രീയമല്ല, കോക്കസ് രാഷ്ട്രീയമല്ല ആം ആദ്മിയുടെ. അതോടൊപ്പം തന്നെ ഒരു എന്താ പറയാ, ഒരു മേളിൽ നിന്ന് വാളോങ്ങിയാൽ അതേപോലെ അനുസരിക്കുന്ന ഈ കേഡർ സംവിധാനം നിൽക്കുന്ന പാർട്ടിയുമല്ല ആം ആദ്മി. ആം ആദ്മി ഒരു വോളണ്ടിയർഷിപ്പാണ്, ഒരു സർവീസ് സംഘടന പോലെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സംവിധാനമാണ്. അതിൽ ആർക്കും ഇറങ്ങി പ്രവർത്തിക്കാം, സർവീസ് ചെയ്യാം, ചാരിറ്റി ചെയ്യാം, ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതാണ് അതിന്റെ രീതി എന്ന് പറയുന്നത്. ഇവിടെ അൻവറിന്റെ ആരാധന മൂത്ത് അൻവറിനോട് സ്നേഹം മൂത്ത് പോകാൻ കഴിയത്തില്ല. ഇതൊരു ആശയത്തിന്റെ അടിസ്ഥാനം നിൽക്കുന്നതാണ്. ആം ആദ്മിയുമായി ആശയപരമായി യോജിക്കുന്ന പ്ലാറ്റ്ഫോമുകൾക്ക് മാത്രമേ ഇവിടെ നിൽക്കാൻ കഴിയുള്ളൂ. ഒരു വ്യക്തി ആരാധന പുറത്ത് അൻവറുമായി കൂട്ടുകൂടാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ പറഞ്ഞത് ഈ തൃണമൂൽ എന്ന് പറയുന്ന സാധ്യതയാണ് ഞങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിച്ചത്. അപ്പൊ അൻവറിനെ സംബന്ധിച്ച് ആം ആദ്മിയുമായിട്ടുള്ള പോസിബിലിറ്റി ഇനിയും എന്താണ്? ഞാൻ അതാ ആദ്യം പറഞ്ഞത്. അൻവർ അപ്പൊ ആ സാങ്കേതികത്വം, അല്ലെങ്കിൽ ടി വി അൻവർ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് വളരെ തിടുക്കത്തിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോയി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് ടെക്നിക്കൽ എറർ വന്നു. ആ ടെക്നിക്കൽ എറർ കൊണ്ടാണ് തൃണമൂലുമായി ബന്ധപ്പെട്ട് മത്സരിക്കാൻ, അല്ലെങ്കിൽ അവരുടെ പൂവും പുല്ലും ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റാത്തത് എന്ന് പി വി അൻവറിന്റെ ഭാഷ്യത്തെ ആം ആദ്മി വിശ്വസിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും ആ തൃണമൂൽ എന്ന പ്ലാറ്റ്ഫോമിന് മാത്രമേ പൊളിറ്റിക്കൽ നരേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു ദേശീയ തലത്തിൽ ഒരു പൊളിറ്റിക്കൽ നരേഷൻ ആവശ്യമാണ്. ആ പൊളിറ്റിക്കൽ നരേഷന് വ്യാഖ്യാനങ്ങൾ ആവശ്യമാണ്, രാഷ്ട്രീയമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ആവശ്യമാണ്. സന്ധി ചെയ്യുമ്പോൾ എന്തിന്റെ പുറത്താണ് ആ സന്ധി, എന്തിന്റെ പുറത്താണ് ആ ചർച്ച എന്ന് പറയുന്നത് വ്യക്തിപരമല്ല. ആ തൃണമൂൽ അത് സാങ്കേതികമായി. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ തൃണമൂലുമായിട്ടുള്ള അദ്ദേഹത്തിന് ഇന്നലെ പത്രിക സമർപ്പിക്കപ്പെട്ടില്ല എന്ന് വെച്ചോളൂ, പത്രിക തള്ളിയില്ല എന്ന് വെച്ചോളൂ, തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് അദ്ദേഹം നിലനിൽക്കാന്ന് വെച്ചോളൂ. ഒരുപക്ഷെ ഇങ്ങനൊരു തീരുമാനമായിരിക്കില്ല നാഷണൽ കമ്മിറ്റിയിൽ നിന്നുണ്ടാവുക. അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു വിനോദ് മാത്യു വിൽസൺ 10 പേർ ഒപ്പിടുന്നിടത്ത് 6 പേർ ഒപ്പിടുന്നു. അതിൽ ടെക്നിക്കൽ എറർ ഉണ്ടെന്ന് നിങ്ങളെക്കാൾ പൂർണ്ണ ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് പി വി അൻവർ. പി വി അൻവർ അങ്ങനെ ഒരു ചെറിയ മീനല്ല. വിനോദ് മാത്യു വിൽസൺ തീർച്ചയായിട്ടും ഞാൻ അതാ പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ചോദ്യത്തിൽ സ്കിപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചത്. അതായത് ഇലക്ഷനിൽ മത്സരിക്കാൻ നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റാണ്. ഞാനൊരു പൊളിറ്റിക്കൽ, അദ്ദേഹം ഒരു 4 സ്ഥാനാർത്ഥികൾക്കൊപ്പം നിൽക്കുകയാണ്. അത്തരത്തിലൊരു പേഴ്സണൽ ആയിട്ടുള്ള കമന്റ് ഞാനിവിടെ പറയുന്നത് ശരിയല്ല. അതിന്റെ സാങ്കേതികത്വം നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് ആ സ്വാതന്ത്ര്യം വിട്ടുതരികയാണ്. അത്തരം വ്യാഖ്യാനങ്ങൾ നിങ്ങളുടേതാണ്. അത് നിങ്ങൾ തന്നെയാണ് അതിന്റെ സാധ്യതകളും അന്വേഷണങ്ങളും കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്ക് എന്താ പറയാ, എല്ലാ കാര്യങ്ങൾക്കും നിരീക്ഷിക്കുകയും എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ അഭിപ്രായം സത്യം എന്ന് പറയുന്ന ശീലം എനിക്ക് എടുക്കാൻ കഴിയത്തില്ല. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ രാത്രി എന്നെ മനുജ വിളിച്ചപ്പോൾ ഞാൻ ആദ്യം ഈ വിഷയത്തിൽ ഞാൻ സംസാരിക്കുന്നത് മറന്നാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഇപ്പം KSEB വിഷയത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ചാനൽ മറുനാടൻ മലയാളിയാണ്. പക്ഷേ ആം ആദ്മിയുടെ ഡൽഹി ഇലക്ഷനുമായി ബന്ധപ്പെട്ട തോൽവിയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചതും ആക്ഷേപിച്ചതും മറുനാടൻ മലയാളിയാണ്.
എന്ന് കരുതി ഞാൻ ഇവിടെ വരാതിരുന്നിട്ടുണ്ടോ? ഞാൻ സംസാരിക്കാതിരുന്നിട്ടുണ്ടോ? അപ്പം അഭിപ്രായ വിയോജിപ്പുകളും അൻവറുമായിട്ടുള്ള വിയോജിപ്പുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു കോമൺ പ്ലാറ്റ്ഫോം സൃഷ്ടിക്കാൻ ശ്രമിച്ചത് ഈ പിണറായിസത്തിനെതിരെ സംസാരിക്കുന്ന ഒരു വിസിൽ ബ്ലോഗർ ആക്ടിവിറ്റി. കേരളത്തിൽ അങ്ങനെ ഒരു ഇടതും വലതും മുന്നണികൾ മടുത്തിരിക്കുന്നു. അതിനൊരു മുന്നണി സംവിധാനം ക്രിയേറ്റ് ചെയ്യാൻ പലപ്പോഴും പലരും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അത് ശ്രമിക്കുകയാണ്. രാഷ്ട്രീയത്തിലെല്ലാം നടന്നുകൊള്ളണമെന്നൊന്നുമില്ല. നമ്മുടെ ശ്രമങ്ങളല്ലേ നമ്മളെ ഓരോ സ്ഥലത്തേക്ക് എത്തിക്കുക. അതിനുവേണ്ടി ശ്രമിച്ചതാണ്. ആം ആദ്മി നിലയിൽ, ആം ആദ്മിയുടെ പ്രസിഡന്റ് നിലയിൽ പലർക്കും ഈ വിഷയത്തിൽ എതിരഭിപ്രായമുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ മാനിച്ചുകൊണ്ടാണ് പ്രസിഡന്റായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പക്ഷെ അന്നുവരെ ഞാൻ അവരോട് പറഞ്ഞത്, നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം, കേരളം ഒറ്റയ്ക്ക് ആം ആദ്മി പാർട്ടി 72 സീറ്റ് നേടി മുഖ്യമന്ത്രി ഉണ്ടാക്കാൻ കഴിയത്തില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് സ്വപ്നജീവികളൊക്കെ ഞങ്ങളുടെ പാർട്ടിയിലും ഉണ്ട്. അപ്പൊ അവരെയും കൂടെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള നിലപാടായിരുന്നു. അത് ബോധ്യപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ തൃണമൂൽ പിന്തുണ സാങ്കേതികമായിട്ടില്ല, അതുകൊണ്ട് പാർട്ടിക്ക് ആ നിലപാടെടുക്കാൻ കഴിയത്തില്ല. പിന്നെ അവിടുത്തെ ഇലക്ഷൻ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. അത് ആർക്കും പിന്തുണയില്ല എന്നാണ് നാഷണൽ കമ്മിറ്റി അറിയിച്ചത്. അപ്പൊ വോട്ട് ചെയ്യുന്നവർക്ക് അവരുടെ മനസാക്ഷി അനുസരിച്ച്, അവരുടെ ധാർമ്മികത അനുസരിച്ച് വോട്ട് ചെയ്യുക എന്നാണ് ഞങ്ങളുടെ പക്ഷം. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. എന്തായാലും ആം ആദ്മി പാർട്ടി അടുത്ത ഘട്ടത്തിൽ, അതായത് PV അൻവർ ഏതെങ്കിലും ഘട്ടത്തിൽ തിരിഞ്ഞു വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയോ ചെയ്തതിനു ശേഷവും തൃണമൂലായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മുന്നണിയുമായി ബന്ധപ്പെട്ട് അഫിലിയേറ്റ് ചെയ്യും എന്ന് തന്നെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ നിലപാട്? തീർച്ചയായിട്ടും. ഇനി ഒരു കാര്യം പറയാം. ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഇലക്ഷൻ സമയത്ത് വിമർശിച്ച ഒരു ചാനലാണ് മറുനാടൻ മലയാളി. മറുനാടൻ മലയാളിയിൽ ആം ആദ്മിയുടെ സംസ്ഥാന പ്രസിഡന്റിൽ ഞാൻ ഇന്റർവ്യൂ പറയുന്നതിന് ഇഷ്ടമില്ലാത്തവർ ഞങ്ങളുടെ പാർട്ടിയിലുണ്ട്. പക്ഷെ ഞാനത് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് മറുനാടനിൽ സംസാരിക്കുക. കാരണം മറുനാടനിലാണ് അങ്ങനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ആ വിമർശനങ്ങൾ എന്താണെന്ന് കേൾക്കാനും അതിന് മറുപടി പറയാനും അവർ സ്പേസ് അവിടെ പോയി സംസാരിക്കുന്ന നിലപാട് എന്റേത്. അപ്പൊ അത് തന്നെയാണ് അൻവറിന്റെ കാര്യത്തിലും പറയാനുള്ളത്. അൻവറുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിലും അൻവർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ചില വിഷയങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ്. അപ്പൊ ജനാധിപത്യം ഇതെല്ലാം ഉണ്ടല്ലോ. അതുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും. എന്തായാലും വളരെ വ്യക്തമാണ്. ആം ആദ്മി പാർട്ടി പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി PV അൻവറിനെ പിന്തുണച്ചു എന്നാണ് വിനോദ് മാത്യു വിൽസൺ പറഞ്ഞത്. അതായത് കേരളത്തിൽ CR നീലകണ്ഠൻ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് കൃത്യമായ സ്റ്റാൻഡ് ഉണ്ട് എന്നുള്ളത്. ഇപ്പം ഞങ്ങൾക്ക് ഒരു ആക്ഷേപം CPM സൈബർ സഖാക്കന്മാർ പറയുന്നുണ്ട്. അതായത് ഞങ്ങൾ ഇവിടെ പിന്തുണ ആർക്ക് കൊടുത്തു? പിന്തുണ കൊടുക്കാൻ സ്റ്റേറ്റ് കമ്മിറ്റി അൻവറിന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ 1 മണിയായപ്പം നമ്മുടെ MA ബേബിയും അത് ബൃന്ദ കാരാട്ടും കൂടെ പോയി അരവിന്ദ് കെജ്രിവാളിനെ കണ്ടതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം വന്നത്. കേരളത്തിൽ CPMന്റെ B ടീമാണ് ആം ആദ്മി എന്ന് പറഞ്ഞൊരു നരേഷൻ CPM സൈബർ സഖാക്കന്മാർ ഇറക്കുന്നുണ്ട്. ഞാൻ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പണ്ട് CR നീലകണ്ഠൻ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന കൺവീനർ സമയത്ത് കേരളത്തിൽ അന്ന് ഇലക്ഷൻ വന്ന സമയത്ത് അദ്ദേഹം UDFന് പിന്തുണ പ്രഖ്യാപിച്ചു. UDF ഇതുപോലെ ഇതേ സാഹചര്യത്തിൽ പിന്തുണ കൊടുത്തു. നാഷണൽ കമ്മിറ്റി അദ്ദേഹത്തോട് പോലും ചോദിക്കാതെ LDFന് പിന്തുണ പ്രഖ്യാപിച്ച് സ്റ്റേറ്റ് കമ്മിറ്റി എന്നെ പിരിച്ചുവിട്ടു. പക്ഷെ അവിടെ അത്തരം സ്റ്റാൻഡ് അല്ല ഈ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിയുടെ നാഷണൽ കമ്മിറ്റി എടുത്തത്. അവർ ഞങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ചു. ഞങ്ങൾ കൊടുത്തതിനെ ഞങ്ങളെ അവര് ഏതെങ്കിലും തരത്തിൽ നിലപാട് തിരുത്തിക്കാനോ അല്ല ഞങ്ങളുടെ നിലപാടിന് അപ്പുറത്തേക്ക് പോയി എന്നതിന് പറയാനോ ഒന്നും അവർ കമന്റ് ചെയ്യാനോ ആഗ്രഹിച്ചില്ല. അവർ കൃത്യമായി ഞങ്ങൾ കൊടുത്ത ഞങ്ങളുടെ മാൻഡേറ്റ് ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗീകരിച്ചു. ആ സംഘടന സംവിധാനത്തെ ബോധ്യപ്പെടുത്തി. അവിടെ പോയി MA ബേബി കാല് പിടിച്ചെങ്കിൽ എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല ഞങ്ങളുടെ പിന്തുണ നിങ്ങൾ ഒരു കാര്യം ചെയ്യും CPM പിന്തുണയ്ക്കൊന്നും പറഞ്ഞില്ല? അല്ല അവിടുന്ന് ഒരു അഭിപ്രായം നിങ്ങൾ ചാനലുകാരെ എല്ലാം പറഞ്ഞുവിടാം ഞങ്ങളുടെ പിന്തുണ CPMനാന്ന് പറഞ്ഞില്ല. കൃത്യമായിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരുന്നു. നമുക്ക് ഇത്തവണ ആരെയും പിന്തുണയ്ക്കേണ്ട, നമുക്ക് ഒറ്റയ്ക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, അതിനുവേണ്ടി സംഘടനാ സംവിധാനത്തെ ഒരുക്കുമെന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചു. സ്വാഭാവികമായിട്ടും നമുക്കറിയാം നമുക്കറിയാം ഈ ഡൽഹിയിലൊക്കെ അവരെ ഒരു സോഷ്യലിസ്റ്റിക് ഫീൽ ഉള്ള മനുഷ്യരാണ്. അവർക്ക് ഇടതുപക്ഷ ഭാവമുള്ള മനുഷ്യരാണ്. പക്ഷെ കേരളത്തിന്റെ ഇടതുപക്ഷം കേരളത്തിന്റെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് തകർന്നാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം. പക്ഷെ വിനോദ് മാത്യു, അവിടെ എനിക്ക് മറ്റൊരു ചോദ്യമുണ്ട്. പിണറായിസത്തിനെതിരെ മരുമോനിസത്തിനെതിരെയാണ് ഞാൻ പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞ താങ്കൾ വിസിൽ ബ്ലോവർ എന്ന് വിശേഷിപ്പിച്ച PV അൻവർ അദ്ദേഹത്തിന്റെ ടാർഗറ്റ് എല്ലാം മാറ്റി ഇപ്പോൾ സതീശനിസത്തിനെതിരെ സംസാരിക്കുന്ന, ആര്യാടൻ ഷൗക്കത്തിനെതിരെ സംസാരിക്കുന്ന, മുന്നണി രാഷ്ട്രീയത്തിൽ സത്യത്തിൽ UDFനൊപ്പം നിൽക്കുകയായിരുന്നെങ്കിലാണ് യഥാർത്ഥത്തിൽ പിണറായിക്കെതിരെ ഈ പറഞ്ഞ പോലെ PV അൻവറിന് ആഞ്ഞടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അവർ മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവർക്കെതിരെ തന്നെ അവർ നിർത്തിയ സ്ഥാനാർത്ഥിയെ തന്നെ എതിർത്തുകൊണ്ടാണ് നിർത്തിയത്. മാത്രമല്ല ഇപ്പോൾ ഈ നടത്തുന്ന നമുക്കിപ്പോഴും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയമുണ്ട്. അപ്പൊ അവസാനത്തെ കൈ എന്ന രീതിയിൽ UDFനോട് ഒരു വിലപേശൽ കൂടിയാണ് എന്നൊരു ഒബ്സർവേഷൻ കൂടി വരുന്നുണ്ട്. അപ്പം അൻവർ ഒരു വിസിൽ ബ്ലോവർ ആണ്, പിണറായിസത്തിനെതിരെയാണെങ്കിൽ അൻവറിന്റെ ടാർഗറ്റ് എല്ലാം മാറിക്കഴിഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞല്ലോ അൻവറിന്റെ ക്രെഡിബിലിറ്റി അൻവർ ആണ് ഇനി പ്രൂവ് ചെയ്യേണ്ടത്. അൻവർ എന്താണ് നിലപാട് അൻവർ പ്രൂവ് ചെയ്യട്ടെ. ഇപ്പൊ പറഞ്ഞത് 5-ാം തീയതിക്ക് അദ്ദേഹം പിന്തുണ പിൻവലിക്കും എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി വീണ്ടും താഴേക്ക് പോവല്ലേ?
ആ ക്രെഡിബിലിറ്റി അതെ. പോയ ക്രെഡിബിലിറ്റിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ബാധ്യത അദ്ദേഹത്തിന് തന്നെയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കും. ആ ശ്രദ്ധ അനുസരിച്ചായിരിക്കും മുൻപോട്ടുള്ള പരിഗണന. പിന്നെ അദ്ദേഹം പിണറായിസത്തിനെ ചീത്ത വിളിച്ച് വന്ന ആൾ വി ഡി സതീശനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു പറയുമ്പോൾ അവിടെ ഒരു ചതിയുടെ ഭംഗി ഇത് കൂടെ ഉണ്ടല്ലോ. അതായത് പിന്നെ ഇറക്കിക്കൊണ്ട് വന്ന് എന്തെങ്കിലുമൊക്കെ മോഹന വാഗ്ദാനങ്ങൾ. ഇപ്പം നമുക്കറിയാലോ ആരാണ് ഇത്തരം പിന്നെ പാലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നത്. ഏതെങ്കിലും ഘടകകക്ഷിയുടെ നേതാക്കന്മാരൊക്കെ തന്നെയായിരിക്കും. പക്ഷെ ഒറ്റ നിലപാടിൽ അദ്ദേഹത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എന്താ അവസാനം എന്തെല്ലാം പറഞ്ഞു, മാപ്പ് പറയുന്ന പോലെ തന്നെ പറഞ്ഞില്ലേ, എനിക്ക് ആരുമില്ല, എന്നെ ഒറ്റപ്പെടുത്തി മാപ്പ് പറയും. ഈ എന്താ പറയാ, മാപ്പ് നേരെ പറയാത്തതിനേക്കാളും ഭംഗിയായി പറയുന്നതാണ് കരഞ്ഞ് അപേക്ഷിക്കുന്നത്. അങ്ങനെ പറഞ്ഞു. എന്നിട്ട് പോലും അതിന് ശ്രമിച്ചില്ല എന്നുള്ളതിന്റെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം ലീഗ് പരസ്യമായ അതൃപ്തി അവർ പ്രകടിപ്പിച്ചു കഴിഞ്ഞല്ലോ അൻവറിന്റെ. കാരണം അവര് ഉറപ്പ് കൊടുത്തിരുന്നു. ആ ഉറപ്പാണ് സതീശൻ പിന്നെ തെറ്റിച്ചത്. അദ്ദേഹം പിണറായിക്ക് പഠിക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കോൺഗ്രസിന് അത്ര ഭൂഷണമാണോ എന്ന് അറിയില്ല. നമുക്ക് നോക്കാം എന്തായാലും റിസൾട്ടും നിലമ്പൂർ ഇലക്ഷനും ഒക്കെ. എന്തായാലും വളരെ വ്യക്തമാണ്. കേരളത്തിന്റെ മുന്നോട്ടുള്ള രാഷ്ട്രീയത്തിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് അങ്ങനെ വലിയ പ്രാധാന്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ഇപ്പോൾ അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം വന്നിരിക്കുന്നു. പിണറായിക്കെതിരെയുള്ള ഒരു വോട്ടുകുത്തലായി ഞാൻ അതിനെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു 50-50 ഉള്ളൂ. എന്തായാലും വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് മുറുകുകയാണ്. രാഷ്ട്രീയക്കാരല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം. നിലപാടുകളൊക്കെ അവർ തന്നെയാണ് തെളിച്ചു തരേണ്ടത്. അതനുസരിച്ച് നമുക്ക് എങ്കിലേ നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ പറ്റൂ എന്നുള്ളൊരു ഗതികെട്ട അവസ്ഥയിലാണ് ഞങ്ങളും. ഏതായാലും ഒരുപാട് നന്ദി വിനോദ് മാത്യു വിൽസൺ രാവിലെ തന്നെ മറുനാടൻ എക്സ്ക്ലൂസീവായി ഇങ്ങനെ ഒരു ഇന്റർവ്യൂ തന്നതിൽ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.